രാമക്ഷേത്രത്തിൻ്റെ കൊള്ള രാജ്യത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. രാമൻ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്, കൊള്ള നടത്താനുള്ള സ്ഥലമല്ല. മനുഷ്യൻ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും പാതയിൽ സഞ്ചരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മഹാരഥന്മാർ, മാമുനിമാർ, ഋഷിമാർ വലിയ തോതിൽ സനാതനധർമ്മവും ഇന്ത്യൻ ധർമ്മവും ഹിന്ദു സമാജവും ഹിന്ദുധർമ്മവും ഒക്കെ ഇവിടെ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചത്. നിർഭാഗ്യവശാൽ ആ രാമൻ്റെ പേരിലുള്ള ക്ഷേത്രത്തിൽ പോലും കൊള്ള നടക്കുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. രാമക്ഷേത്രം ട്രസ്റ്റിലുള്ള 8 അംഗങ്ങൾ നിരീക്ഷണത്തിലാണ്, അറസ്റ്റിലാണ്. ജയിലിൽ പോയിട്ടില്ല, അവർ അറസ്റ്റിലാണ്. അവർ ജയിലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ 2 പേർ ഒളിവിലാണ്. അവരുടെ വീട്ടിൽ 8 പേരുടെ വീട്ടിലും ഒരേ സമയം റെയ്ഡ് നടക്കുന്നു, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നു. വളരെ വലിയ തോതിലാണ് പ്രശ്നങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. എന്തൊരു ഗതികേടാണ്, എന്തൊരു കഷ്ടമാണ്. ഇതിനിടയിൽ രാമക്ഷേത്രം പണിയിച്ച അതിൻ്റെ ചെയർമാനെ, അതായത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയെ ഇതിൻ്റെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കാൻ പ്രധാനമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. മോഹൻ ഭഗവത് RSSൻ്റെ ക്യാമ്പിൽ നിന്ന് മോഹൻ ഭഗവത് കത്ത് കൊടുത്തുകൊണ്ട് ട്രസ്റ്റിൻ്റെ ചെയർമാനെ രാജിവെക്കാൻ പറഞ്ഞു, ബാക്കിയുള്ള അംഗങ്ങളെ രാജിവെക്കാൻ പറഞ്ഞു. എന്തായാലും വളരെ വലിയ ഗതികേടാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഈ വിഷയത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി മധുര ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് മധുര കൃഷ്ണൻ്റെ ക്ഷേത്രവും അവിടെയാണ്. രാമനും കൃഷ്ണനുമൊക്കെ അയോധ്യയിലും മധുരയിലും ഒക്കെ ആണല്ലോ. അപ്പോൾ മധുരയാണ്. ആ മധുരയുടെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിന് അടുത്തുള്ളൊരു പള്ളിയുണ്ട്. അത് കൃഷ്ണക്ഷേത്രത്തിന് ഉണ്ടായിരുന്നതാണ് എന്നുള്ളൊരു വാദവുമുണ്ട്. അപ്പോൾ ആ പള്ളി പൊളിക്കണം എന്നൊരു വാദവും അവിടെ വരുന്നു. ഒരു വശത്ത് പള്ളിയുടെ പൊളിക്കണ കാര്യം പറയുന്നു, മറുവശത്ത് കയ്യിൽ കിട്ടിയത് കോടിക്കണക്കിന് രൂപ കൊടുത്ത് പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രത്തെ, അല്ലെങ്കിൽ രാമൻ്റെ വിഗ്രഹമിരിക്കുന്ന ആ ദേവാലയത്തെ എത്ര പവിത്രമായി സൂക്ഷിക്കേണ്ടതിന് പകരം എത്ര മ്ലേച്ഛമായിട്ടാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാലത്തിൻ്റെ ഒരു നിയോഗമാണ്, ഒരു ഗതികേടാണ്. കലികാലത്തിൽ നമ്മൾ എന്തെല്ലാം ഗതികെട്ട കാഴ്ചകൾ കാണണം എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലിരിക്കുന്ന സ്വത്ത് കൊള്ളയടിക്കുന്നത്? ഇവിടെ കേരളത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിലാണ് കൊള്ള നടന്നതെങ്കിൽ ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ സംഭാവന പിരിവിലും കൊള്ള നടന്നിരിക്കുന്നു. ഇനി എന്തൊക്കെ കൊള്ളകളാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് ബാക്കി അന്വേഷണം വരുമ്പോൾ, ദേശീയ തലത്തിൽ വലിയ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു, പുതിയ CEO വയ്ക്കുന്നു, കൃത്യമായി ഉള്ളവരെ ജയിലിൽ പിടിച്ചിടുന്നു, വലിയ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ എന്തായാലും അപ്പോഴും നമുക്കത് മനസ്സിലാവേണ്ടതുണ്ട്. എന്താണ്, എവിടെയാണ് സംഭവിക്കുന്നതെന്ന് കൃത്യം മനസ്സിലാക്കേണ്ട ഒരു കാഴ്ചപ്പാടിൻ്റെ കഥയാണ് നടക്കുന്നത്. രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കി കോടാനുകോടി ജനങ്ങളാണ് അവിടെ വരുന്നത്, കോടിക്കണക്കിന് രൂപയാണ് അവിടെ കിട്ടുന്നത്. പക്ഷേ അത് കൈകാര്യം ചെയ്യാൻ കഴിയാതെ അത് അടിച്ചു മാറ്റുന്നു എന്ന് പറയുന്നത് സങ്കടമാണ്, ഖേദകരമാണ്, ദുഃഖകരമാണ്. എന്തായാലും തിരുത്തൽ നടപടികൾ ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വലിയ തിരുത്തൽ നടപടികളാണ് അവിടെ ഉണ്ടായി വരുന്നത്. എന്തായാലും ഇത് ഗുരുതരമായ വലിയൊരു സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, ആത്മീയ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. ഇതിന് പരിഹാരമുണ്ടാകുന്നു എന്നുള്ളതാണ്